ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാനൂസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ചെറുപയർ പായസമാണ്. അപ്പോൾ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ശർക്കര, 1 കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട തേങ്ങാപ്പാലാണ്. 4 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 1-ാം പാൽ 2-ാം പാലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ ചെറുപയറുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ചെറുപയർ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. വീട്ടിൽ തന്നെ ചെറുപയർ പരിപ്പാക്കി അതിനെ വേവിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് കടയിൽ നിന്നാണെങ്കിലും ചെറുപയർ പരിപ്പായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ 2-ാം പാല് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണത്. നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത് തേങ്ങാപ്പാലും ചെറുപയറും നന്നായിട്ട് യോജിക്കണം. ഇപ്പം നല്ല പോലെ തിള വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലും ചെറുപയറും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പായസത്തിന് നല്ല സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർക്കണം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.